എല്ലാവർക്കും സ്കൂൾ ടീച്ചേഴ്സിലേക്ക് സ്വാഗതം. +2 ബയോളജിയുടെ 15ാമത്തെ ചാപ്റ്ററായ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്റർ മുഴുവനും ഡിസ്കസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ള അൺസോൾവ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെയിം ദ 3 ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഒരു ബയോഡൈവേഴ്സിറ്റിയുടെ 3 ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് ഏതൊക്കെയാണ്? ഇൻവെർട്ടിബ്രേറ്റ്സ്, വെർട്ടിബ്രേറ്റ്സ്, പ്ലാന്റ്സ്. വെർട്ടിബ്ര ഉള്ള ആൾ ജീവജാലങ്ങൾ, വെർട്ടിബ്ര ഇല്ലാത്തത് പ്ലാന്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ വേരിയസ് ഡൈവേഴ്സിറ്റീസ് ഇൻ ബയോളജിക്കൽ ഓർഗനൈസേഷൻ? ഒരു ബയോളജിക്കൽ ഓർഗനൈസേഷനിലെ വേരിയസ് ആയിട്ടുള്ള ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ ഓർഗനൈസേഷൻ നമുക്ക് എങ്ങനെയൊക്കെ ഡൈവേഴ്സിഫൈ ചെയ്യാം, വേർതിരിക്കാം, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. ഇതെല്ലാം ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരും. വാട്ട് ആർ ദ വേരിയസ് ഡൈവേഴ്സിറ്റീസ് ഇൻ ബയോളജിക്കൽ ഓർഗനൈസേഷൻ? നമുക്ക് ആദ്യം ഇതിന്റെ ആൻസർ ഒന്ന് ഓടിച്ചു നോക്കാം. അത് കഴിഞ്ഞിട്ട് 1 by 1 ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ജനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി, എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. വളരെ എളുപ്പം മനസ്സിൽ ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ലിങ്ക് ചെയ്ത് പഠിച്ചാൽ മതി. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഭൂമി മുഴുവനായിട്ടൊന്ന് മനസ്സിൽ കരുതുക. അതിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ മനസ്സിൽ കാണുക. ഇന്ത്യയിൽ റെയിൻ ഫോറസ്റ്റുകളുണ്ട്, ഡിസർട്ടുകളുണ്ട്, കോറൽ റീഫ്സ് ഉണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് ഭൂപ്രദേശങ്ങൾ ഇന്ത്യയിലുണ്ട്. നമ്മൾ നേരെ ഒന്ന് യൂറോപ്യൻ രാജ്യമായിട്ടുള്ള നോർവേ മനസ്സിൽ കാണുകയാണ്. അവിടെ ഈ പറഞ്ഞ കോറൽ റീഫ്സ് ഉണ്ടാവും, കോസ്റ്റൽ ഏരിയസ് ഉണ്ടാവും, പക്ഷെ റെയിൻ ഫോറസ്റ്റോ ഡിസർട്ടോ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഇന്ത്യയുടെ ഒരു എക്കോളജി അല്ല, എക്കോസിസ്റ്റം അല്ല നോർവേയുടെ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ തന്നെ ഒരു ക്ലാസിഫിക്കേഷൻ അവിടെ വന്നിട്ടുണ്ട്. ഇതിനാണ് നമ്മൾ എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു ഡൈവേഴ്സിറ്റി ഉണ്ടായി, എന്ത് കാരണമാണ്? എക്കോളജിക്കൽ ലെവലിൽ തന്നെ, എക്കോളജിക്കൽ സിസ്റ്റം പ്രകാരം തന്നെ ഡൈവേഴ്സിറ്റി ഉണ്ട്. അതിനാണ് എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇന്ത്യ മാത്രമായിട്ട് അങ്ങ് എടുക്കുക. ഇന്ത്യ മാത്രമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യക്കകത്ത് എന്തുണ്ട്? നേരത്തെ പറഞ്ഞ പോലെ റെയിൻ ഫോറസ്റ്റും പർവ്വത നിരകളും മരുഭൂമിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ പോലെ പർവ്വത നിരകൾ മാത്രമായിട്ട് ഞാൻ ഇനി കൺസിഡർ ചെയ്യാൻ പോവാണ്. 2 രാജ്യങ്ങളല്ല, ഇന്ത്യക്കകത്തുള്ള 2 ഭൂപ്രദേശങ്ങൾ മാത്രം. അതായത് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും. വെസ്റ്റേൺ ഗാട്സിനെ ഈസ്റ്റേൺ ഗാട്സിനെ ഒന്ന് കമ്പയർ ചെയ്തു. വെസ്റ്റേൺ ഗാട്സിലുള്ള പല സ്പീഷീസും ഈസ്റ്റേൺ ഗാട്സിൽ കാണില്ല. അതായത് രണ്ടിടത്തുമുള്ള സ്പീഷീസുകൾ തമ്മിൽ തന്നെ വ്യത്യാസമുണ്ട്. ഒരിടത്തുള്ള സ്പീഷീസ് അല്ല മറ്റൊരു സ്ഥലത്തുള്ളത്. അപ്പോൾ ആ സ്പീഷീസ് തലത്തിലുള്ള വ്യത്യാസം വന്നതുകൊണ്ട് അതിന് നമ്മൾ സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറയും. ഡൈവേഴ്സിറ്റി അറ്റ് ദ സ്പീഷീസ് ലെവൽ. അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്നും കുറച്ചും കൂടി ഷോർട്ടൻ ചെയ്തിട്ട് ഞാൻ വെസ്റ്റേൺ ഗാട്സ് മാത്രമായിട്ട് അങ്ങ് എടുക്കുന്നു. ആദ്യം നമ്മൾ 2 രാജ്യങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്തു. അത് കഴിഞ്ഞ് ഒരു രാജ്യത്ത് തന്നെയുള്ള 2 പർവ്വത നിരകൾ എടുത്ത് കമ്പയർ ചെയ്തു. ഇനി ചെയ്യാൻ പോണത് ഒരേ പർവ്വത നിരയിൽ ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ ഒരു പ്രത്യേക ഐറ്റം മാത്രം എടുക്കുകയാണ്. സേ ഫോർ എക്സാമ്പിൾ റൈസ് എടുത്തു. റൈസ് എന്തുമാത്രം ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ പറ്റും നമുക്ക്. വിവിധ തരത്തിലുള്ള റൈസുകളില്ലേ? അതെന്തുകൊണ്ടാണ് അങ്ങനെ വ്യത്യാസം വന്നത്? അതിൻ്റെ ജനറ്റിക് ഡൈവേഴ്സിറ്റി കാരണമാണ്, അല്ലെങ്കിൽ ജനറ്റിക് പ്രോപ്പർട്ടി കാരണമാണ് ഇത് പല അരിയായിട്ട്, പല തരത്തിലുള്ള പല ടൈപ്പ് അരിയായിട്ട് മാറിയത് അല്ലേ? അപ്പോൾ ആ ജനറ്റിക് തലത്തിൽ തന്നെ വ്യത്യാസം വന്നു. ജനറ്റിക് തലത്തിൽ വ്യത്യാസം വന്നപ്പോൾ അതിന് നമുക്ക് ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ 3 നമുക്ക് ഡൈവേഴ്സിറ്റികളെ ക്ലാസിഫൈ ചെയ്യാം. വളരെ എളുപ്പമാണ്. രാജ്യങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്താൽ എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി ഒരു രാജ്യത്തിന് തന്നെ എടുത്തിട്ട് അവിടെ ഏതെങ്കിലും മലകളോ അല്ലെങ്കിൽ മരുഭൂമിയോ ഒക്കെ എടുത്തിട്ട് അവിടുത്തെ സ്പീഷീസുകൾ തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. പിന്നെ ഒരേ ഭൂപ്രദേശം എടുത്തിട്ട് അല്ലെങ്കിൽ ഈ നമ്മുടെ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രം എടുത്തിട്ട് അവിടുത്തെ ഒരേ വിള അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്പീഷീസിനെ മാത്രം എടുത്തിട്ട് നോക്കി കഴിയുമ്പോഴത്തേക്ക് ആ സ്പീഷീസിൽ തന്നെ പല ഡിഫറെന്റ് ഐറ്റംസ്, ഡിഫറെന്റ് വെറൈറ്റീസ് ഉണ്ടാവും. അങ്ങനെ വരുന്നതിനാണ് നമുക്ക് ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ജനിതകപരമായിട്ടുള്ള ഡൈവേഴ്സിറ്റി കാരണമാണ് ഇങ്ങനെ പലതരത്തിലുള്ള
സ്പീഷീസുകൾ ഉണ്ടാവുന്നത്. Give 3 hypotheses for explaining why tropics show greatest levels of species richness. ട്രോപ്പിക് ലെവൽ ഉണ്ട്, ട്രോപ്പിക് തലങ്ങൾ, ട്രോപ്പിക് ഭൂപ്രദേശങ്ങളിൽ ഒത്തിരി സ്പീഷീസ് റിച്ച്നെസ് വരാനായിട്ട് കാരണമാകുന്ന 3 ഹൈപ്പോത്തസിസുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. 1. സ്പീഷിയേഷൻ ഈസ് ജനറലി എ ഫംഗ്ഷൻ ഓഫ് ടൈം. ഒരു സ്പീഷീസ് ഉണ്ടാകുന്നതിന് കുറച്ച് സമയം എടുക്കും, അതായത് അത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടൈം എന്നാണ്. ഒരു സ്പീഷീസ് ഒരു സ്ഥലത്തുണ്ടായി, അവിടെ കുറേ ജനസംഖ്യയൊക്കെ കൂടി വരുന്ന, ജനസംഖ്യ മീൻസ് അതിന്റെ പോപ്പുലേഷൻ കൂടി വരണമെങ്കിൽ അതിന് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അൺലൈക്ക് ടെമ്പറേറ്റ് റീജിയൻസ് എന്ന് പറയുന്നത് പോളാർ റീജിയൻസ് ഒക്കെ നമുക്ക് അറിയില്ല, വളരെ തണുത്ത് കിടക്കുന്ന ഏരിയകളൊക്കെയാണ്. അതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ പറയുന്ന ഭൂമിയുടെ മധ്യരേഖയോട് അടുത്ത് കിടക്കുന്ന ഏരിയസ് ആണ് ട്രോപ്പിക്കൽ ഏരിയസ് എന്ന് പറയുന്നത്. ട്രോപ്പിക്കൽ ലാറ്റിറ്റ്യൂഡ്സ് റിമെയിൻഡ് റിലേറ്റീവ്ലി അൺഡിസ്റ്റർബ്ഡ് ഫോർ മില്യൺസ് ഓഫ് ഇയേഴ്സ്. ഒരുപാട് കാല സമയത്തോളം ഈ ട്രോപ്പിക് ലെവലിലെ സ്ഥലങ്ങളിലുള്ള പ്രദേശങ്ങൾ എന്ന് പറയുന്നത് അൺഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അവിടെ അതായത് അൺഡിസ്റ്റർബ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മനുഷ്യന്മാർ പോയിട്ട് അവിടെ ഒരു ശല്യം ഉണ്ടാക്കാത്ത കാരണം, ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാകാതെ അവിടെ ഒരുപാട് കാലം അങ്ങനെ അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് കഴിഞ്ഞ ഭൂപ്രദേശങ്ങളാണ് ഇവയെല്ലാം. അപ്പൊ ഇങ്ങനെ ഒരു അൺഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇതെന്തിനെ സഹായിച്ചിട്ടുണ്ട്? ഒരുപാട് സ്പീഷീസുകൾ അവിടെ വരാനായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. Tropical latitudes have remained relatively undisturbed for millions of years and thus had a long evolutionary time for species diversification. അടുത്ത പോയിന്റ്, tropical environments unlike temperate ones, ഈ പറഞ്ഞ temperate ones ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ are less seasonal, relatively more constant and predictable. അതായത് അവിടുത്തെ കാലാവസ്ഥ അല്ലെങ്കിൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ട്രോപ്പിക്കൽ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു 6 മാസം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അടുത്ത 6 മാസം എങ്ങനെയായിരിക്കും, ഇതൊക്കെ പിന്നെ അല്ലെങ്കിൽ ഒരുമാതിരി നോക്കുകയാണെങ്കിൽ ആൾമോസ്റ്റ് കോൺസ്റ്റന്റ് ക്ലൈമറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പിന്നെ ക്ലൈമറ്റും കൂടെ ഉള്ളത് കൊണ്ട് ഇത് എന്തിനെ സഹായിച്ചിട്ടുണ്ട്? സ്പീഷീസ് ഡൈവേഴ്സിറ്റിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സച്ച് കോൺസ്റ്റന്റ് എൻവയൺമെന്റ്സ് പ്രൊമോട്ട് നൈഷ് സ്പെഷ്യലൈസേഷൻ ആൻഡ് ലെഡ് ടു ഗ്രേറ്റർ സ്പീഷീസ് ഡൈവേഴ്സിറ്റി. There is more solar energy available in the tropics. മൂന്നാമത്തെ പോയിന്റ് ആണ് സോളാർ എനർജി. നമ്മൾ ട്രോപ്പിക് ലെവൽ സ്ഥലങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഭൂമധ്യ രേഖയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളായതുകൊണ്ട് അവിടെ എന്താണ്, ധാരാളം സോളാർ എനർജി കിട്ടും. അപ്പോൾ സോളാർ എനർജി എന്ന് പറയുന്നത് ജീവജാലങ്ങളെ ഒരുപാട് വളർത്തുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ ഈ സോളാർ എനർജിയുടെ അവൈലബിലിറ്റിയും കൂടെ കാരണമാണ് കൂടുതൽ കിട്ടുന്നത് കൊണ്ട് അത്തരം ഏരിയകളിൽ എന്ത് ചെയ്തു, ഈ സ്പീഷീസിന്റെ ഒത്തിരി റിച്ച്നെസ് ഉണ്ടായിരുന്നു. അപ്പോൾ 3 ഹൈപ്പോത്തിസ് ആണ് പറയുന്നത്. ഒന്നാമത്തെ ഹൈപ്പോത്തിസ് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി അൺഡിസ്റ്റർബ്ഡ് ആയിരുന്നു ആ ഏരിയകൾ. രണ്ടാമത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റും പ്രെഡിക്റ്റബിളും ആണ്. മൂന്നാമത്തെ എന്ന് വെച്ചാൽ ഈ പ്രദേശങ്ങളിൽ സോളാർ എനർജിയുടെ അവൈലബിലിറ്റി വളരെ കൂടുതലായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്ലോപ്പ് ഓഫ് റിഗ്രഷൻ ഇൻ എ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്? സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പിലെ സ്ലോപ്പ്, ആ ഒരു ഗ്രാഫ് വരച്ചു കഴിയുമ്പോഴത്തേക്ക് റിഗ്രഷന്റെ സ്ലോപ്പിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പിലെ റിഗ്രഷന്റെ സ്ലോപ്പിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ആദ്യം ഫിഗർ ഒന്ന് നോക്കാം. ഫിഗറിൽ എക്സ് ആക്സിൽ ഏരിയ കൊടുത്തിട്ടുണ്ട്, വൈ ആക്സിൽ സ്പീഷീസ് കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഏരിയ കൂടി വരുന്നു. ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്ക് മൂവ് ചെയ്യുമ്പോൾ സ്പീഷീസിന്റെ റിച്ച്നെസ്സും കൂടി വരുന്നു. നമ്മൾ ഏരിയ കുറവായിരിക്കുമ്പോൾ ഒരു ചെറിയ ഏരിയ മാത്രം എടുത്ത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അവിടുത്തെ ഗ്രാഫ് ശ്രദ്ധിക്കാം. ആ ഗ്രാഫില് സ്ലോപ്പ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. എന്നാൽ ഏരിയ കൂടുന്തോറും, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ഏരിയ കൂടുന്തോറും അവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് പോകുമ്പോൾ നോക്കിയാൽ മതി. ഇതിന് നമുക്കൊരു ലോഗരിതമിക് സ്കെയിലിൽ വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. ഇവിടെ അല്ലാതെ സാധാരണ മാർക്ക് ചെയ്യുമ്പോൾ s = CA⁻Z ആണ്. അതിൽ ഓരോ ടൈമും എന്താന്ന് നോക്കാം.
സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഇന്റർസെപ്റ്റ് ആണ്. വൈയിലോട്ടുള്ള വൈ വാല്യൂ എത്ര, 0 ആണോ 1 ആണോ 2 ആണോ 3 ആണോ എന്നുള്ള വാല്യൂ ആണ്. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഷീസ് റിച്ച്നെസ് ആണ്. എസ് സ്പീഷീസ് റിച്ച്നെസ് ആണ്. ദെൻ എ ഏരിയ ആണ്. ഇസഡ് എന്ന് പറയുന്നതാണ് സ്ലോപ്പ് ഓഫ് ദ ലൈൻ. നമുക്കിതിനെ ലോഗരിതമിക് സ്കെയിലിലോട്ട് മാറ്റുമ്പോഴാണ് ലോഗ് എസ് ഈസ് ഈക്വൽ ടു, അതായത് ഇവിടെ ഒരു ലോഗരിതം മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. ലോഗരിതമിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ലോഗ് എടുത്ത് നോക്കി ലോഗ് എസ് ഈസ് ഈക്വൽ ടു ഇവിടെ പ്രോഡക്റ്റ് പോലെയാണ്. അപ്പോൾ ലോഗ് സി പ്ലസ് ലോഗ് എ റേസ് ടു ഇസഡ് എന്ന് വരും. അത് ഇസഡ് ലോഗ് എ എന്ന് മാറ്റി എഴുതിയിരിക്കുകയാണ്. ആ ഇക്വേഷനാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ എഴുതേണ്ടത് വളരെ സിമ്പിൾ കാര്യം മാത്രം എഴുതിയാൽ മതി. ഏരിയ കുറഞ്ഞ ഏരിയയിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടുത്തെ ഇസഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.1 to 0.2 ആയിരിക്കും. മാത്രമല്ല ഈ കർവ് എന്ന് പറയുന്നത്, ഗ്രാഫ് എന്ന് പറയുന്നത് ഏത് സ്പീഷീസ് എടുത്തു കഴിഞ്ഞാലും ചെറിയ ഏരിയ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ കർവ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും, സിമിലർ ആയിരിക്കും. അല്ലെങ്കിൽ ലൈൻ എന്ന് പറയുന്നത് സിമിലർ ആയിരിക്കും. ഇനി നമ്മൾ ലാർജ് ഏരിയ എടുക്കുകയാണെങ്കിൽ, ഒരുപാട് വലിയ ഏരിയകൾ എടുത്ത് രണ്ട് കോണ്ടിനെന്റ്സ് ഒക്കെ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അവിടുത്തെ കർവ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ സ്റ്റീപ്പർ ആയിരിക്കും. അല്ലെങ്കിൽ ലൈൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ സ്റ്റീപ്പർ ആയിരിക്കും. സ്ലോപ്പ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ചെറിയ ഏരിയ എടുത്താൽ സ്ലോപ്പ് 0.1 to 0.2 ആയിരിക്കും. വലിയ ഏരിയ എടുത്തു കഴിഞ്ഞാൽ 0.6 to 1.2 ആയിരിക്കും. പക്ഷേ ഇവിടെ രണ്ടിടത്തും ഓർക്കേണ്ട കാര്യം, ചെറിയ ഏരിയയിൽ ഏത് ചെറിയ ഏരിയ എടുത്താലും അവിടെ നമ്മൾ ഒരു കമ്പാരിസൺ നടക്കുമ്പോഴത്തേക്ക് അവിടുത്തെ സ്പീഷീസിന്റെ ഒരു ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഇസഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും, ആൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. ലൈനും സിമിലർ ആയിരിക്കും. ലാർജർ ഏരിയസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇസഡിന്റെ വാല്യൂ ഏതാണ്ട് സിമിലർ ആയിരിക്കും. അത് അവിടുത്തെ കർവ് എന്ന് പറയുന്നതും ആൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ട്രോപ്പിക്കൽ ഫോറസ്റ്റിലുള്ള പല കോണ്ടിനെന്റ്സിലെ ട്രോപ്പിക്കൽ ഫോറസ്റ്റുകൾ എടുത്ത് സ്റ്റഡി ചെയ്തപ്പോൾ അവിടെ മനസ്സിലായ കാര്യം, ഫ്രൂട്ട് ഈറ്റിംഗ് ബേർഡ്സ് ആൻഡ് മാമൽസ്, അവിടുത്തെ ഫ്രൂട്ട് ഈറ്റിംഗ് മാമൽസും ബേർഡ്സിൻ്റെയും ഒരു ഗ്രാഫ് ഇതുപോലെ വരച്ചു. അപ്പോൾ അവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് ആൾമോസ്റ്റ് 1.15 ആണ്. ഇത് പല കോണ്ടിനെന്റ്സിലെയും എടുത്ത് കമ്പയർ ചെയ്യുമ്പോൾ എല്ലായിടത്തും മിക്കവാറും കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1.15 ആയിരിക്കും. How is biodiversity important for ecosystem functioning? ഒരു എക്കോസിസ്റ്റം ഫംഗ്ഷൻ ചെയ്യാനായിട്ട് ബയോഡൈവേഴ്സിറ്റി എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. റിച്ച് ബയോഡൈവേഴ്സിറ്റി ഈസ് നോട്ട് ഓൺലി എസെൻഷ്യൽ ഫോർ ecosystem health but imperative for the very survival of the human race on this planet. എക്കോസിസ്റ്റം നിലനിന്ന് പോകാൻ വേണ്ടി മാത്രമല്ല, മാനവരാശി നിലനിന്ന് പോകണമെങ്കിൽ റിച്ച് ബയോഡൈവേഴ്സിറ്റി വേണം. ഇതിന് നമുക്ക് ഒരു റിവറ്റ് പോപ്പർ ഹൈപ്പോത്തിസിസ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ ഹൗ ഈസ് ബയോഡൈവേഴ്സിറ്റി ഇമ്പോർട്ടൻറ്റ് ഫോർ എക്കോസിസ്റ്റം ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് ചോദിക്കാം. ഇല്ലെങ്കിൽ എക്സ്പ്ലെയിൻ വിത്ത് റിവറ്റ് പോപ്പർ ഹൈപ്പോത്തിസിസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഫോർ എക്കോസിസ്റ്റം ഫംഗ്ഷനിങ് എന്ന് പറഞ്ഞ് വേണമെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടും ചോദിക്കാം. അപ്പോൾ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ എഴുതേണ്ടത് ഈ പറയുന്ന പോയിന്റുകളാണ് എഴുതേണ്ടത്. ഈ റിവറ്റ് പോപ്പർ ഹൈപ്പോത്തിസിസ് എന്താണെന്ന് നോക്കാം. നമുക്ക് ഒരു എക്കോസിസ്റ്റത്തിന് ഒരു എയറോപ്ലെയിനുമായിട്ട് കമ്പയർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ എക്കോസിസ്റ്റത്തിലെ ഓരോ സ്പീഷീസ് എന്ന് പറയുന്നത് ഓരോ റിവറ്റുകളായിരിക്കും. ഈ റിവറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എയറോപ്ലെയിനിൽ നമ്മൾ ഡിഫറെൻറ്റ് കമ്പൗണ്ട്സ് ഉണ്ടാവും. അതിനെല്ലാം ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റാലിക് ജോയിൻസിനെയാണ് റിവറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എയറോപ്ലെയിനിലെ പല കമ്പോണൻസും റിവറ്റ്സ് കൊണ്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഒരു എക്കോസിസ്റ്റത്തിലെ ഡിഫറെൻറ്റ് ചെയിൻ അല്ലെങ്കിൽ ഒരു ചെയിൻസിൻ്റെ ഡിഫറെൻറ്റ് ജോയിൻസ് എന്ന് പറയുന്നത് സ്പീഷീസുകളാണ്. ഇനി ആലോചിക്കുക, എയ്റോപ്ലെയിനിൽ നിന്ന് നമ്മൾ ഓരോ പാസഞ്ചർ ഓരോ റിവറ്റിനെ എടുക്കാന്ന് വയ്ക്കുക. ഇഫ് എവരി പാസഞ്ചർ ട്രാവലിംഗ് ഇൻ ഇറ്റ് സ്റ്റാർട്ട്സ് പോപ്പിംഗ് എ റിവറ്റ് ടു ടേക്ക് ഹോം, ഇറ്റ് മേ നോട്ട് അഫക്ട് ഫ്ലൈറ്റ് സേഫ്റ്റി ഇനിഷ്യലി. തുടക്കത്തിൽ വലിയ പ്രശ്നമൊന്നും കാണില്ല, പക്ഷേ പിന്നീട് എന്ത് ചെയ്യും, കൂടുതൽ റിവറ്റുകൾ ഊരിയെടുക്കും തോറും the plane becomes dangerously weak over a period of time. പ്ലെയിന് വീക്കായിട്ട് മാറാൻ സാധ്യതയുണ്ട്. സിമിലർലി ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എക്കോസിസ്റ്റത്തിലും
സ്പീഷീസിനെ 1-2 സ്പീഷീസിനെ തുടക്കത്തിൽ എക്സ്റ്റെൻഡ് ആയിട്ട്, അതായത് അവ നശിച്ച് പോകുമ്പോൾ വലിയ പ്രശ്നമുള്ളതായിട്ട് ആദ്യം ഫീൽ ചെയ്തെങ്കിലും കാലക്രമേണ എക്കോസിസ്റ്റം തന്നെ ഇല്ലാതായിത്തീരുന്ന ഒരു ഫിനോമിനിലേക്ക് ഈ പറയുന്ന പ്രോസസ്സ് എത്തിച്ചേരാനുള്ള സാധ്യത ഉണ്ട്. Furthermore, which rivet is removed may also be critical. മാത്രമല്ല ഏത് റിവറ്റാണ് ഊരുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അതായത് ഇപ്പൊ ഒരു ഫ്ലൈറ്റിന്റെ ചിറകിലെ റിവറ്റാണ് ഊരുന്നതെങ്കിൽ അപ്പം തന്നെ അത് ക്രൂഷ്യലാണ്. എന്നാൽ ഒരു സീറ്റിലെയോ അല്ലെങ്കിൽ വിൻഡോയിലേക്കാണ് റിവറ്റ് ഊരുന്നതെങ്കിൽ അത്രത്തോളം വലിയ പ്രശ്നമൊന്നും വരാൻ സാധ്യതയില്ല. പക്ഷെ കാലക്രമേണ അതും പ്രശ്നമാണ്. അപ്പൊ ഇതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എക്കോസിസ്റ്റത്തിനെ ഒരു എയർപ്ലെയിനുമായിട്ട് കമ്പയർ ചെയ്ത് ഒരു അനാലിസിസ് നടത്തുന്നതിനാണ് നമ്മൾ റിവറ്റ് പോപ്പർ ഹൈപ്പോത്തിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ച് ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ പാർട്ട് 2-ലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായി കാണുന്നു കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് വീഡിയോ വ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക.